കുത്തനെ ഇടിയുന്ന ജനന നിരക്ക് പിടിച്ചു നിർത്താൻ ജപ്പാനിലെ ജനങ്ങൾക്ക് പ്രാദേശിക ഭരണകൂടത്തിന്റെ വക ഡേറ്റിംഗ് ആപ്പ്. ദാമ്പത്യ ജീവിതത്തോട് വിമുഖത കാണിക്കുന്ന യുവാക്കളെ വിവാഹങ്ങളിൽ തൽപരരാക്കുകയാണ് ലക്ഷ്യം. ഇതിനായി പലവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടും പല വഴികൾ നോക്കിയിട്ടും കാര്യമായ പ്രതികരണമുണ്ടാകുന്നില്ല എന്നാണ് ഭരണകൂടത്തിന്റെ പരാതി. ഇത് മറികടക്കാനാണ് ജപ്പാൻ തലസ്ഥാനമായ ടോക്കിയോവിലെ മെട്രോപൊളിറ്റൻ ഭരണകൂടം ഡേറ്റിംഗ് ആപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത്. ടോക്കിയോ ഫുറ്റാരി സ്റ്റോറി എന്നാണ് ആപ്പിന് പേര് നൽകിയിരിക്കുന്നത്. ടോക്കിയോ പങ്കാളി കഥ എന്നും വേണമെങ്കിൽ പറയാം. ഈ മാസം തന്നെ ആപ്പ് അവതരിപ്പിക്കുമെന്ന് ജപ്പാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ജനങ്ങൾ പങ്കാളിയെ കണ്ടെത്താനുള്ള ഇത്തരം ശ്രമങ്ങളൊന്നും നടത്തുന്നില്ലെന്നും അവർക്ക് ചെറിയൊരു പ്രോത്സാഹനം നൽകാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ടോക്കിയോ സർക്കാർ ഉദ്യോഗസ്ഥർ പറയുന്നു. വിവാഹം കഴിക്കാനും കുട്ടികളെ ഉണ്ടാക്കാനുമെല്ലാം ആളുകൾക്ക് അതൊരു പ്രേരണയാകുമെന്നും ഭരണകൂടം കണക്കുകൂട്ടുന്നത്. അങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ ജനന നിരക്ക് ഒരുവിധമെങ്കിലും പിടിച്ചു നിർത്താനാകുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആപ്പിൽ അക്കൗണ്ട് തുറക്കാൻ കൃത്യമായ രജിസ്ട്രേഷൻ നടപടികളാണ് ഉള്ളത്. നിയമപരമായി പങ്കാളികളില്ലെന്നും ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതെന്നും തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കണം. വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം ഒപ്പിട്ട് നൽകുകയും വേണം. ഇതോടൊപ്പം വാർഷിക വരുമാനം തെളിയിക്കാനായി നികുതി സർട്ടിഫിക്കറ്റും ഉയരം, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിങ്ങനെയുള്ള വ്യക്തിവിവരങ്ങളും ചേർക്കണം. ഇതിനുശേഷം ഒരു ഇന്റർവ്യൂ ഘട്ടവും കടന്നാകും രജിസ്ട്രേഷൻ നടക്കുക. ഡേറ്റിംഗ് ആപ്പ് ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ വിവാഹം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രം 200 മില്യൺ യെൻ അഥവാ ഏകദേശം 10.68 കോടി രൂപ പുതിയ സാമ്പത്തിക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ടോക്കിയോ മെട്രോപൊളിറ്റൻ ഭരണകൂടം. വിവാഹം ആഗ്രഹിച്ചിട്ടും പങ്കാളികളെ കണ്ടെത്താനാകാതെ വിഷമിക്കുന്നവർക്ക് ഒരു സഹായമാവുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു. സാധാരണ ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കാൻ മടിക്കുന്നവർക്ക് സർക്കാർ പങ്കാളിത്തത്തിലുള്ള പുതിയ സംരംഭം പേടിയില്ലാതെ ഉപയോഗിക്കാനാകുമെന്നും പറയുന്നു. തുടർച്ചയായി 8ാം വർഷവും രാജ്യത്തെ ജനനനിരക്ക് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ദേശീയ ഭരണകൂടത്തിനു പുറമെ വിവിധ പ്രാദേശിക സമിതികളും പരിഹാര നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. 7,58,631 കഴിഞ്ഞ വർഷം ജനിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം. 5.1% ഇടിവാണുണ്ടായത്. കഴിഞ്ഞ വർഷത്തെ ജനനനിരക്കിനേക്കാൾ ഇരട്ടി മരണനിരക്കാണ് ജപ്പാനിൽ രേഖപ്പെടുത്തിയതെന്നാണ് വിവരം. ജനനനിരക്കിലെ ഇടിവ് പരിഹരിക്കാനായി ജപ്പാൻ സർക്കാർ പല പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ചൈൽഡ് കെയർ പദ്ധതികൾ മുതൽ യുവാക്കളുടെ ശമ്പള വർധന വരെ ഇതിൽ ഉൾപ്പെടും. ജനനനിരക്ക് കൂട്ടാനായില്ലെങ്കിൽ വലിയൊരു ദുരിതത്തിലേക്കായിരിക്കും ജപ്പാൻ പതിക്കുകയെന്ന് ചീഫ് ക്യാബിനറ്റ് സെക്രട്ടറി യോഷിമാഷ ഹയാഷി മാധ്യമങ്ങളോട് അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. ജനന നിരക്കിലെ ഇടിവ് അപകടകരമായ സ്ഥിതിയിലാണുള്ളത്. അടുത്തൊരു 6 വർഷത്തിനിടയിൽ ഈ ട്രെൻഡ് തടയാനായില്ലെങ്കിൽ വലിയ ദുരന്തമാകും. 2030 യുവാക്കളുടെ എണ്ണത്തിൽ ഇടിവുണ്ടായേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ രാജ്യത്ത് അവിവാഹിതരുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തലസ്ഥാനമായ ടോക്കിയോ ആണ് ഇക്കാര്യത്തിൽ മുന്നിലുള്ളത്. ജപ്പാനിൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ ഏറ്റവും കൂടുതൽ അവിവാഹിതരുള്ളത് ടോക്കിയോയിലാണ്. പുരുഷന്മാരിൽ 32%, സ്ത്രീകളിൽ 24% വരും. ഇത് 90,000 കുഞ്ഞുങ്ങളാണ് 2022 ടോക്കിയോയിൽ പിറന്നു വീണത്. ഒരു പതിറ്റാണ്ടിനിടെ നഗരത്തിലെ ജനനിരക്കിലുണ്ടായ 15.2% ഇടിവ്. ഇതിനിടെയാണ് അടിയന്തര ഇടപെടലുമായി ടോക്കിയോ ഭരണകൂടം തന്നെ മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. രാജ്യം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധി ജനന നിരക്കിലെ ഇടിവാണെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. ഇത് തടയാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളുമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹം. ഇപ്പോൾ നടപടിയുണ്ടായില്ലെങ്കിൽ ഇനി ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം നാശത്തിലേക്കായിരിക്കും ഇത് രാജ്യത്തെ കൊണ്ടെത്തിക്കുകയെന്നും കിഷിദ പറഞ്ഞു. ജനന നിരക്കിലെ ഇടിവ് തടയാൻ നേരത്തെ ജപ്പാൻ അമ്മമാരുടെ പ്രസവ ഗ്രാന്റ് കൂട്ടിയിരുന്നു. ഗ്രാന്റ് തുക 80,000 യെൻ കൂടി കൂട്ടാനാണ് ആരോഗ്യ തൊഴിൽ മന്ത്രാലയങ്ങൾ സംയുക്തമായി തീരുമാനിച്ചത്. ഒരു കുട്ടി ജനിച്ചാൽ നേരത്തെ അമ്മയ്ക്ക് 4,20,000 യെൻ, ഏകദേശം 2.52 ലക്ഷം ഇന്ത്യൻ രൂപ ലഭിക്കുമായിരുന്നു. ചൈൽഡ് ബർത്ത് ആൻഡ് ചൈൽഡ് കെയർ ലംപ് സം ഗ്രാന്റ് എന്ന പേരിലുള്ള ഈ പദ്ധതി പിന്നീട് 5 ലക്ഷം യെന്നിലേക്ക് ഉയർത്തുകയായിരുന്നു മന്ത്രാലയം. ഏകദേശം 3 ലക്ഷം ഇന്ത്യൻ രൂപ വരും ഇത്. അതേസമയം എത്ര പ്രോത്സാഹന നടപടിയുണ്ടായാലും കുട്ടികൾ ഉണ്ടാക്കാനുള്ള ജപ്പാനുകാരുടെ മടിയിൽ വലിയ മാറ്റമുണ്ടാകില്ലെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 7,73,000 യെൻ ആണ് ജപ്പാൻ ആശുപത്രികളിൽ ഒരു പ്രസവത്തിന് വരുന്ന ചെലവ്. ഗ്രാന്റ് കൂട്ടിയാലും പ്രസവം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ കയ്യിൽ ബാക്കിയാകുക 30,000 യെൻ മാത്രമായിരിക്കും. എന്നാൽ പ്രസവാനന്തര ചെലവുകളും കുട്ടികളെ വളർത്താനുള്ള ചെലവുമെല്ലാം
കൂടുമ്പോൾ താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കുമെന്നാണ് ജപ്പാൻ കുടുംബങ്ങൾ കണക്കുകൂട്ടുന്നതെന്നും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു.